ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വാവനെ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയുമാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി കണ്ടാലും പേടിക്കണ്ട കേട്ടോ. പിന്നെ ഫസ്റ്റ് ഞാനൊരു ഫ്ലാസ്ക് കാണിച്ചില്ലേ, അപ്പോൾ രാവിലെ നമ്മൾ കട്ടൻ ചായ തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കട്ടൻ ചായ വേണമെങ്കിൽ ചൂടോടെ എടുത്ത് കുടിക്കാമല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയ്ക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ മെല്ലെ മേപ്പോട്ട് പോയി. അപ്പോൾ വാവനെ ഉറക്കി കിടത്തിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഏട്ടൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കാണ്. ഏട്ടൻ്റെ തോളിൽ എത്ര നേരം വേണമെങ്കിലും അവനിങ്ങനെ കിടന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ വാവയുടെ ഡ്രസ്സും കാര്യങ്ങളും വാഷ് ചെയ്യാനെടുത്തു. അപ്പോൾ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇപ്പോൾ തീരാറായി. അങ്ങനെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ വിരിക്കാൻ വേണ്ടി പോവാണ്. രാവിലെ കുറച്ച് വെയിൽ കണ്ടതിൻ്റെ ആശ്വാസത്തിലാണ് ഞാൻ താഴേക്ക് പോയത്. അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ച് കഴിഞ്ഞു. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വഴിയുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മഴ പെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം പോലെ വെള്ളം ഇങ്ങനെ വരും. മുകളിലേക്ക് പോകുമ്പോൾ പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പാറക്കുളമുണ്ട്. പാറക്കുളത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. കുഞ്ഞു കുഞ്ഞു മീനുകളും വരും കേട്ടോ. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളൊക്കെ വല വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്നു. പിന്നെ വാവക്കുള്ള ഫോർമുല മിൽക്ക് കലക്കി വെച്ചു. അവൻ എപ്പോഴാണ് എഴുന്നേക്കണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വാവനെ ഏട്ടൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ അവൻ ഇപ്പോൾ കമിഴ്ന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര പേടിയാണ് എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവനെ കിടത്തിയിട്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലാണ്. ചോറ് വെക്കാൻ റെഡിയായി. പിന്നെ കറിക്കുള്ള പരിപാടിയും കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഇടയ്ക്ക് അപ്പുറത്ത് ഉണ്ണീനെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പോയിട്ട് നോക്കും. കാരണം ഇപ്പോൾ കമിഴ്ന്ന് നടക്കാൻ തുടങ്ങിയതുകൊണ്ട് പേടിയാണ്. ഉറക്കി കിടത്തിയിട്ടാണ് പോയത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ എഴുന്നേറ്റ് കിടന്നിട്ടുണ്ട്. അങ്ങനെ സൗണ്ട് കേട്ടിട്ട് അടുക്കളേൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ സുന്ദരി പശുവിനെ കെട്ടിയിട്ടേക്കാണ്. അവൾ അപ്പുറത്തെ പറമ്പിലാണ് എപ്പോഴും കെട്ടിയിടാറ്. അപ്പോൾ ഇന്ന് ഈ പറമ്പിലാണ് കെട്ടിയിട്ടേക്കണത്. അപ്പോൾ ഈ പറമ്പ് അവൾക്ക് വലിയ പിടിത്തില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി നടക്കുകയാണ്. കുറേ നേരമായി. അപ്പോൾ അവളുടെ കളികളൊക്കെ കണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ പെട്ടെന്ന് മഴക്കാറ് വെച്ച പോലെ തോന്നിയപ്പോൾ ഓടിപ്പോയി തുണികളൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ ശംഖു കുറച്ച് നേരമായിട്ട് അവിടെ വട്ടം ചുറ്റി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യമെന്ന് ഞാൻ നോക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ വരുന്നുണ്ട് ഒഴുകി. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഇതിലാണ്. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കളികളൊക്കെ കണ്ടു നിന്നു. ഏട്ടൻ വന്ന് ഉണ്ണീടെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം അവൻ്റെ കളികളൊക്കെ കണ്ടു നിന്നത്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലാണ്. വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴപ്പിണ്ടി പരിപ്പുപൊടിയും വെച്ചു. പിന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും റെഡി. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ബൈ ബൈ, ടാറ്റാ.